നമ്മൾ വിചാരിക്കുന്നത് മഞ്ഞ് വീഴുന്നതാണ്, എന്നല്ല ഇത് ഉപ്പ് ലോറിയിൽ കൊണ്ടുവന്ന് കൊട്ടുന്നതാണ് കേട്ടോ. ഒരു രക്ഷത്തെ കാഴ്ച കേട്ടോ, ഗംഭീരമായിട്ടുള്ള കാഴ്ച. இது பாகிஸ்தான் உப்பாണ്. இது இந்தியாவில் இல்லை, இது வந்து இமயமலையில் ஒரு பகுதியில் இருக்கு. அந்த இமயமலை பகுதி வந்து பாகிஸ்தானுக்குள்ள இருக்கு. இந்த உப்பு வந்து நம்ம தூத்துக்குடி மாதிரி தயார் பண்ண முடியாது. ഇങ്ങനെയുള്ള സാൾട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഒരു കെമിക്കലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് വെള്ളം പാടത്തേക്ക് അടിച്ചിടും, അത് സൺലൈറ്റ് ഉപയോഗിച്ച് ഇവാപറേറ്റ് ആവും, അത് നീരാവിയെ പോവും. ഇതുപോലത്തെ വ്യത്യസ്ത സൈസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉപ്പിനെ ക്രഷ് ചെയ്ത് യൂണിഫോം സൈസിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മെഷീൻ. ഏറ്റവും കൂടുതൽ ഉപ്പ് നിർമ്മിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ്. നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമുണ്ട്, കടൽ വെള്ളം ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല ഉപ്പുണ്ടാക്കുന്നത്. വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉപ്പൊന്ന് തെറ്റിയ ആഹാരം മൊത്തം ഫ്ലോപ്പായി. ഇത് ശരിക്കും റോ ഉപ്പാണ്, നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ കാണുന്നത് മഞ്ഞുമലയല്ല കേട്ടോ, ഇത് ഉപ്പിന്റെ മലയാണ്, ഉപ്പിന്റെ മല. ഇതാണ് മക്കളെ ഉപ്പുപാടം. പ്യുവർ ആയിട്ടുള്ള സീ സാൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാനാണ് ഗ്രീൻ മാംഗോ കസിൻസ് തമിഴ്നാടുള്ള തൂത്തുക്കുടി വന്നിട്ടുള്ളത്. ഇത് ഉപ്പുപാടമാണ്. ഇവിടുന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത ഉപ്പ് ഫാക്ടറി കൊണ്ടുപോയി ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് കാണാനുണ്ട്. എൻ്റെ കൂടെ ഈ സോൾട്ട് നിർമ്മാണം ഫാക്ടറിയുടെ ഓണർ ഉണ്ട്, ചെർമനാഥൻ സാറാ കൂടെ ഉള്ളത്. സാർ നമസ്കാരം. நமஸ்காரம். இந்த சால்ட் ப்ரொடியூஸ் பண்ணுறது வந்து நம்ம சீ வாட்டர் வச்சு பண்ணுறதில்ல, எல்லாமே கிரவுண்ட் வாட்டர், போர் வாட்டர் வச்சு தான் பண்ணுறோம். ஓ அப்படியா? சீ வாட்டர் இல்லையா? சீ வாட்டர் கிடையாது. ஏன்னா காரணம் ரீசன் என்ன, சீ வாட்டரில் உள்ள அந்த சால்ட் கண்டென்ட்டை விட தூத்துக்குடியில் அந்த போர் வாட்டரில் வந்து சால்ட் கண்டென்ட் அதிகம். இந்த போர் தண்ணி வந்து இந்த மாதிரி பெரிய பாத்தியில் விட்டு இதை வந்து ஓப்பன் ஸ்பேஸில் இருக்கும். இந்த சன்லைட் பட்டு அந்த நல்ல வாட்டர்லாம், குட் வாட்டர்லாம் எவாபரேட் ஆகி போக அந்த சால்ட் வாட்டரில் வந்து கண்டென்ட் வந்து இன்க்ரீஸ் ஆகிட்டே இருக்கும். ஃபஸ்ட்டு ஒரு 6 டிகிரி இருக்கிறது ஒரு 10 to 15 டேஸில் ஒரு 17 டிகிரி 18 டிகிரி வரைக்கும் அந்த சால்ட் கண்டென்ட் இன்க்ரீஸ் ஆயிரும். திரும்ப அந்த தண்ணியை வந்து வேற இந்த மாதிரி ஒரு பாத்திகளில் உப்பு சால்ட் ப்ரொடியூஸ் பண்ணுற பாத்திகளில் லிஃப்ட் பண்ணி விட்டு இதில் வந்து மறுபடியும் ஒரு 10 டேஸ் இருக்கும்போது இந்த சன்லைட் பட்டு எவாபரேட் ஆகி ஒரு 24 டிகிரி அந்த சால்ட் கண்டென்ட் வரும்போது ஸ்மால் சைஸ் கிறிஸ்டலாக ஃபார்ம் ஆகும். அந்த ஃபார்ம் ஆகிறது வந்து அப்படியே லிஃப்ட் பண்ணி வெளியே கொண்டு வந்து இந்த மாதிரி ஸ்டோர் பண்ணி வச்சிருவோம். ആക്ച്വലി ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കടൽ വെള്ളം പ്രോപ്പറായി എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അണ്ടർഗ്രൗണ്ട് വെള്ളത്തിൽ നിന്നാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ബോറിടുമ്പോൾ ഇവിടെ ഉപ്പ് തണ്ണിയാണ്, അതായത് സോൾട്ട് വാട്ടറാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബോറിട്ടിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് നേരെ പാടത്തേക്ക് അടിച്ചിട്ടാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ഉപ്പ് പാടങ്ങളിൽ നിന്ന് ഉപ്പ് ലോറിയിൽ ടൺ കണക്കിൽ കൊണ്ടുവന്നിട്ടാണ് ഇതേ ഈ ചാമ്പറിൽ ഇട്ടിരിക്കുന്നത്. ഇതൊരു കിണർ പോലത്തെ ഒരു ചാമ്പറാണ്. ഉപ്പ് തന്നെ പല സൈസിലുണ്ട്. ഇതേ കുട്ടി ഉപ്പ് തൊട്ട് വലിയ സൈസിലുള്ള ഉപ്പിന്റെ കല്ലുകൾ വരെയുണ്ട്. ഇത് ഒരു കൺവെയർ വഴിയാണ് ഫാക്ടറിക്ക് അകത്ത് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ്. ഈ ചാമ്പറിനകത്ത് ഇത്രയും ഉപ്പ് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മഞ്ഞുമല കൂട്ടിയിട്ട പോലെ ഉണ്ട്. കയറി കളിക്കാനൊക്കെ തോന്നും, പക്ഷെ മഞ്ഞല്ല, ഇത് ഫുള്ള് ഉപ്പാണ്. കൺവെയറിൽ വരുമ്പോൾ തന്നെ ഉപ്പിൽ പ്രോപ്പറായിട്ടുള്ള അളവിലുള്ള അയോഡിൻ ചേർത്ത് കൊടുക്കും. അയോഡൈസ്ഡ് സാൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള അയോഡിൻ അളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് അയോഡിനിൽ സാൾട്ടിൽ ചേർക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃത അളവിലാണ് ഈ അയോഡിൻ ചേർത്ത് പോകുന്നത്. ഇത് ചേർത്തതിന് ശേഷം പ്രോപ്പറായി ഇവിടെ തന്നെ ലാബിൽ അത് ചെക്ക് ചെയ്യും. WHO പറയുന്നത് അയോഡൈസ്ഡ് സാൾട്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ്. കൃത്യമായ അളവിൽ അയോഡിൻ എല്ലാം ചേർത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പാണ്. അപ്പോൾ ഒരു കൺവെയറിലൂടെ ഒരുപാട് ഉപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വ്യത്യസ്ത സൈസിലാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇത് വളരെ ചെറിയ സൈസാണ്. ഇത് വേറൊരു സൈസിലുള്ളത്. അപ്പോൾ ഈ കൺവെയറിലൂടെ വരുന്ന ഈ ഒരു ഉപ്പിനെ നല്ല രീതിയിൽ ക്രഷ് ചെയ്യുന്ന ഒരു മെഷീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ക്രഷ് ചെയ്ത് യൂണിഫോം സൈസിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഒരുപാട് ബ്ലേഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൂടെ കൃത്യമായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിത് പാക്കിംഗ് സെഷനിലേക്ക് പോകുന്നത്. യൂണിഫോം ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കല്ലുപ്പ് നേരെ വരുന്നത് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനിലേക്കാണ്. അപ്പോൾ ഇതിനകത്താണ് പാക്കിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ കൃത്യമായിട്ട് 1 കിലോൻ്റെ പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് 1 കിലോ ഉപ്പ് അതിനകത്ത് വന്ന് വീഴും. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കൺവെയർ വഴി നേരെ പുറത്തേക്ക് പോകും. അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ ഇതിന് കൃത്യമായിട്ട് ചാക്കിൽ അടുക്കിയിട്ടാണ് ഇവിടെ ഒരു ഗോഡൗണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് ഹോട്ടലുകളിലേക്കും മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ കല്ലുപ്പ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൂത്തുക്കുടിனா ஸ்பெஷல் சால்ட் தானா? தூத்துக்குடியில் வந்து 2 ஐட்டம் உண்டு. ஒன்று சால்ட்டு, 2 ஃபிஷ். இந்த 2 தான் தூத்துக்குடினாலே சால்ட்டு ஆர் ஃபிஷ். இந்தியாவை பொறுத்தவரை வந்து மாஸ் ப்ரொடக்ஷன் வந்து குஜராத்லாம் பண்ணுறாங்க. மோர் தேன் 17% இந்தியாவில் உள்ள மொத்த உற்பத்தியில் 70% குஜராத் தான். மீதி உள்ள ஒரு 30%, ஒரு 14 to 15% இங்கே தமிழ்நாடு.
மீதி உள்ள ஒரு 13 to 14% வந்து ராஜஸ்தான், மற்ற ஆந்திர பிரதேசம், மற்ற பெல்ட்ல தயார் பண்றாங்க. இந்த சவுத் இந்தியாவில் அதிகமாக உப்பு மேனுஃபேக்சர் பண்ணது தூத்துக்குடி தான். இங்க வந்து கல்லுப்பு, தூளுப்பு 2 தான் பண்றோம். இது போக நாங்க வந்து இந்த ஹிமாலயன் ராக் சால்ட்னு சொல்லி இது வந்து பாகிஸ்தான்ல இருந்து வருது. ஓ, பாகிஸ்தான் உப்பு. ஆமா, இது இந்தியாவில் கிடைக்காது. இது இந்தியாவில் இல்லை, இது வந்து இமயமலையில ஒரு பகுதியில் இருக்கு. அந்த இமயமலை பகுதி வந்து பாகிஸ்தானுக்குள்ள இருக்கு. அதனால அங்க இருந்தா இது வருது. இந்த உப்பு வந்து நம்ம தூத்துக்குடி உப்பு மாதிரி தயார் பண்ண முடியாது. இது வந்து மலையில அந்த ஒரு 1000 வருஷமா அந்த உறைஞ்சி இருக்கிறத நம்ம பாறையா வெட்டி மைன்ஸ்ல இருந்து வெட்டி எடுக்கிறாங்க. இருக்கிற வரைக்கும் நம்ம எடுத்துக்கலாம். பட் இதை வந்து நம்மளால ப்ரொഡ്യൂസ് பண்ண முடியாது. ഓക്കെ, ഇത് പാകിസ്ഥാൻ ഉപ്പാണ്. അതായത് നമ്മൾ കടൽ വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടോ ചെയ്യുന്ന പ്രോസസ്സ് അല്ലാതെ മലയിൽ നിന്ന് കോളൊക്കെ കൊത്തിയെടുക്കില്ലേ, അത് പാറകളുടെ ഉള്ളിൽ നിന്ന്, അതേപോലെ കുറേ വർഷങ്ങൾ സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ ഉപ്പ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലോ. இதில் நம்ம கடல் உப்புல வந்து ஒரு கால்சியம், மெக்னீசியம் சொல்லிட்டு ஒரு 40 வகையான மினரல்ஸ் இருக்குது. பட் இது வந்து பல வருஷமா வந்து உறைஞ்சி இயற்கையாக உருவானால இதை ஒரு 80 வகையான மினரல்ஸ் இதில் இருக்குது, இயற்கையாகவே இருக்குது. அதனால இது வந்து நம்ம ரெகுலராக யூஸ் பண்ணாட்டாலும் மாசத்துல ஒரு 10 நாள், அதாவது ஒரு மருந்து மாதிரி இதை யூஸ் பண்ணிக்கலாம். இதுல என்ன எதுக்கு கலர் டிஃபரன்ஸ் வருது? இது வந்து பாறை தான், அந்த பாறையை வெட்டி எடுக்கிறாங்க. சில நேரங்களில் வந்து இந்த மாதிரி பிங்க் கலர்ல இருக்கும், சில நேரங்களில் ஒயிட் கலராக இருக்கும், சில நேரங்களில் வந்து இந்த மாதிரி லைட் பிங்க்கு, இந்த மாதிரி எல்லாம் மிக்சிங் ஆகி வரும். அந்த பாறை வந்து என்ன கலரில் இருக்கோ அந்த கலரு. இதை அப்படியே கிரைண்ட் பண்ணி இந்த மாதிரி கல்லாகவும் இல்லாத பொடி ஃபார்ம் பண்ணி பவுடர் ஃபார்மில் பண்ணி இந்த மாதிரி ஹிமாலயன் ராக் சால்ட்னு சொல்லி கொடுக்குறோம். இல்லை வேறு எந்த ப்ராசஸும் கிடையாது, அப்படியே கிரைண்ட் பண்ணி பேக் பண்ணுறோம், அவ்வளோதான். இது எவ்வளோ ரேட் வருது? இது வந்து நார்மலாக கடைகளில் வந்து ஒரு கிலோ வந்து 100 ரூபா வரைக்கும் விற்கிறாங்க. காரணம் என்னன்னா இது வந்து நம்மளால் தயார் பண்ண முடியாது. ரெண்டாவது பாகிஸ்தான்லேருந்து நம்ம நேரடியாக இப்போதைக்கு இறக்குமதி கவர்மெண்ட் தடை வச்சு இருக்கனால இது துபாய் போய் வருது. அதனால் டிரான்ஸ்போர்ட்டேஷன் அதோட சார்ஜஸ்லாம் அதிகமாக இருக்குது. அதனால கடைகளில் விற்கிற 100 ரூபா, பட் நாங்கள் வந்து சேல் பண்ணுற வந்து ஒரு கிலோ வந்து 40 ரூபா, ஒரு 40 ரூபாய்க்கு நாங்கள் கொடுக்குறோம். ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ ഹിമാലയൻ സോൾട്ട്, അതായത് പാകിസ്ഥാനിൽ വരുന്ന സോൾട്ട് വേണമെങ്കിൽ ഇതിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതില്ലേ പാകിസ്ഥാനിലെ സോൾട്ടാണ്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കല്ലുപ്പ് ദേ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് ചാക്കിനകത്ത് അടുക്കി വയ്ക്കും. അപ്പോൾ ചാക്കിനകത്തൊക്കെ വെക്കുന്നതുകൊണ്ട് ഇതിന് വെള്ളം കയറാതെ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഗ്രീൻ മാംഗോ കസിൻസ് തൂത്തുക്കുടിയിലുള്ള ശരവണ സാൾട്ടിൽ വന്നു. നല്ല ഗംഭീരമായിട്ടുള്ള സീ സാൾട്ടിൻ്റെ നിർമ്മാണമൊക്കെ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പേജ് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.